കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മുസ്ലിങ്ങളുമായി ഇടപഴകിയ യൂറോപ്യൻസ് മുസ്ലിം സംസ്കാരത്തിന് ഗുരുതരമായ 7 തകരാറുകളുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നാമത്തേത്, ശരീഅത്ത് നിയമങ്ങൾ നടപ്പാക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു സ്വഭാവം മുസ്ലിങ്ങൾക്കുണ്ട്. അതുപോലെ മുസ്ലിങ്ങളിൽ ചെറിയൊരെണ്ണം തീവ്രവാദികളാണ്. അവർ പലതരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ യൂറോപ്പിൽ അവതരിപ്പിച്ചു. ഇത് യൂറോപ്പിലെ ജനങ്ങൾക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ മുസ്ലിങ്ങളുടെ വസ്ത്രധാരണ രീതിയും സ്ത്രീകളുടെ ഹിജാബ് ജീവിതശൈലിയും യൂറോപ്യൻസിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ മദ്രസ വിദ്യാഭ്യാസം വേണമെന്ന നിർബന്ധവും യൂറോപ്പിൽ സ്വാഗതം ചെയ്യപ്പെട്ടില്ല. കാരണം എല്ലാ കുട്ടികളും ഒരേ വിദ്യാഭ്യാസം ലഭിക്കുന്ന രീതിയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലവിലുള്ളത്. അതുപോലെ മദ്യത്തോടുള്ള അലർജി യൂറോപ്യൻ സംസ്കാരത്തിന് വലിയൊരു ഭീഷണിയായി. കാരണം യൂറോപ്യൻ സാമ്പത്തിക മേഖല നിലനിൽക്കുന്നതിന് ധാരാളം ആളുകൾ മദ്യപിക്കുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അതുപോലെ LGBT-ക്കാരോടുള്ള മുസ്ലിം സമീപനവും യൂറോപ്യൻസിന് സ്വീകരിക്കുവാൻ പറ്റിയില്ല. ഇങ്ങനെ 7 കാരണങ്ങൾ കൊണ്ടാണ് മുസ്ലിം സംസ്കാരവും യൂറോപ്യൻ സംസ്കാരവും തമ്മിൽ യോജിച്ചു പോകാതിരുന്നത്. മുസ്ലിങ്ങൾക്ക് ധാരാളം പ്ലസ് പോയിന്റ്സ് ഉള്ളതായി യൂറോപ്യൻസ് കണ്ടെത്തി. ഒന്നാമതായി, കുടുംബജീവിതത്തോടുള്ള മുൻഗണന. വൈകുന്നേരം ജോലി കഴിഞ്ഞാൽ വീട്ടിൽ വരികയും ഭാര്യയോടും കുട്ടികളോടും കൂടെ സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ രീതി മുസ്ലിങ്ങളിൽ നിന്ന് യൂറോപ്യൻസ് കണ്ടുപിടിച്ചു. യൂറോപ്യൻസ് ആണെങ്കിൽ വൈകുന്നേരം ജോലി കഴിഞ്ഞാൽ സുഹൃത്തുക്കളുടെ കൂടെ മദ്യം കഴിക്കുകയും ഗേൾ ഫ്രണ്ട്സിൻ്റെ കൂടെ നൃത്തം ചെയ്യുകയും മാറി മാറി പാർട്ട്ണർമാരെ മാറ്റുകയും ചെയ്യുന്ന ഒരു ജീവിതശൈലിയാണ്. ഇത് സമൂഹത്തിൽ വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നുവെന്ന് യൂറോപ്യൻസിന് തന്നെ നല്ലപോലെ അറിയാം. ഏഷ്യക്കാരുടെ മനോഹരമായ കുടുംബജീവിതവും സ്ഥിരമായ സാമൂഹ്യ ബന്ധങ്ങളും യൂറോപ്യൻസിനെ ആകർഷിച്ചു. അതുപോലെ ജോലി ചെയ്യാനുള്ള മുസ്ലിങ്ങളുടെ സന്നദ്ധത യൂറോപ്യൻസിന് വളരെ ഇഷ്ടപ്പെട്ടു. യൂറോപ്പിലെ ഫാക്ടറികളിൽ തൊഴിലാളി ക്ഷാമമുണ്ട്. കാരണം യൂറോപ്പിലെ പെൺകുട്ടികൾ കല്യാണം കഴിക്കുവാനോ പ്രസവിക്കുവാനോ തയ്യാറാകാതെ കള്ളു കുടിച്ച് കറങ്ങി നടക്കുന്നതുകൊണ്ട് യൂറോപ്പിലെ ജനസംഖ്യ അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പല ഫാക്ടറികളിലും ജോലിക്കാരെ കിട്ടാതെ സാമ്പത്തിക മേഖല വമ്പിച്ച ഒരു അനിശ്ചിതത്വത്തിലാണ്. മുസ്ലിം കുടിയേറ്റക്കാരാണെങ്കിൽ നിരന്തരമായി ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യൂറോപ്പിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുവാൻ മുസ്ലിങ്ങൾ ഒരു പരിഹാരമായി യൂറോപ്യൻസ് കാണുവാൻ തുടങ്ങി. മദ്യവും മയക്കുമരുന്നുകളും ഉപയോഗിക്കാത്ത മുസ്ലിങ്ങൾ കഠിനാധ്വാനികളാണെന്നും അവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി.